CPIM വിട്ട് UDF പാളയത്തിലെത്തിയ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിലെ കോടാലിയായി മാറി. ജി സുധാകരന് CPIM-ന് മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIM-ലെ മുതിർന്ന നേതാവായിരുന്നു ജി സുധാകരൻ. സുധാകരനെ ഒരു ഘട്ടത്തിലും പാർട്ടി അവഗണിച്ചിട്ടില്ല. പാർട്ടിയിലും സർക്കാരിലും അദ്ദേഹത്തിന് നിരവധി ഉത്തരവാദിത്തങ്ങൾ നൽകിയിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചു. അതിൻ്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ഏർപ്പെടുത്തി. അത് എവിടെയാണ് അവഗണനയുടെ പ്രശ്നം? ആലപ്പുഴയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാന പരിപാടി അദ്ദേഹത്തെ ഒഴിവാക്കിയോ? 75 വയസ്സ് കഴിഞ്ഞാൽ ചുമതലകളിൽ നിന്നൊഴിയുക എന്നത് പൊതു തീരുമാനമാണ്. എല്ലാവർക്കും അത് ബാധകമാണ്. ജി സുധാകരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി. അദ്ദേഹം അവഗണിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ രൂഢമൂലമാണ്. ഏതാ അവഗണന? നാസർ പറഞ്ഞു, മുഖ്യമന്ത്രി നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല എന്ന്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളിച്ചു തരാം. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പൊ വിളിക്കണ്ടെന്ന്. അങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു അവസ്ഥയാണോ അത്? അതാണല്ലോ അത് കാണിക്കും. അതോ അതങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടാണോ? അപ്പോഴേക്ക് മറ്റ് ധാരണകളായി കഴിഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം. ജി സുധാകരൻ പോയതുകൊണ്ട് പാർട്ടിക്ക് ഒരു ഭയവുമില്ലെന്നും ആലപ്പുഴയിലെ ജനം പാർട്ടിക്കൊപ്പമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ CPIM വിട്ട് UDF-നൊപ്പം ചേർന്ന TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിലെ കോടാലിയായി മാറിയെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. തന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് ആലോചനക്ക് പോയി അവരുടെ പിന്തുണയോടെ മത്സരിക്കുകയാണല്ലോ. ഇപ്പോൾ പാർട്ടി ശത്രുക്കളുടെ കൂടെ പോയി കയ്യിലെ കോടാലിയായിട്ട് മാറിയിരിക്കുകയല്ലേ. പാർട്ടിയെ ആക്രമിക്കാനുള്ള ഒരായുധമായി സ്വയം മാറിക്കൊടുക്കില്ലേ ഇത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.